ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തകളും കൊച്ചിയിൽ ഏറെ പ്രധാനമായിട്ട് നൽകിക്കൊണ്ട് ഇരിക്കുന്നവയാണ്. അത് ഹൈക്കോടതിയിൽ ഇന്ന് പ്രധാനമായിട്ടും ഒരു വാർത്തയുള്ളത് അല്ലെങ്കിൽ ഒരു ഹർജി ഉള്ളത് നേരത്തെ ഈ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു വിജ്ഞാപനം ഇറക്കിയിരുന്നു. ആ വിജ്ഞാപനം എന്ന് പറയുന്നത് ഇതാണ്. അതായത് മേൽശാന്തിമാരായിട്ട് മാളികപ്പുറത്തും ഒപ്പം തന്നെ ശബരിമലയിലും മേൽശാന്തിമാരായിട്ട് അപേക്ഷിക്കണമെങ്കിൽ ആ അപേക്ഷകൻ കേരളത്തിൽ ജനിച്ച മലയാളി ബ്രാഹ്മണനായിരിക്കണം. ഇതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇറക്കിയ വിജ്ഞാപനം. ഈ വിജ്ഞാപനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി 2022 തന്നെ വന്നിരുന്നു. അത് വലിയ രീതിയിൽ ഹൈക്കോടതി വാദത്തിനെടുക്കുകയും ചെയ്തിരുന്നു. പ്രത്യേക സിറ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ടായിരുന്നു ദേവസ്വം ബെഞ്ച് അന്ന് ഈ ഒരു ഹർജിയിലെ ഒരു ഭരണഘടനാ സാധുത, അതായത് ഈ വിജ്ഞാപനം ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നത് പരിശോധിക്കാൻ പ്രത്യേക സിറ്റിംഗ് വരെ ഹൈക്കോടതി നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഹർജിക്കാർ പറയുന്നത് ഈ ഭരണഘടനാ ലംഘനമാണ് ഇത്തരത്തിലൊരു വിജ്ഞാപനം ഇറക്കിയത്. മലയാളി ബ്രാഹ്മണൻ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു വിജ്ഞാപനം ഇറക്കുന്നത് അത് തെറ്റാണ്, മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്, ഭരണഘടനാപരമായിട്ട് അതിന് സാധുതയില്ല തുടങ്ങിയ വാദഗതികളാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകം. കാരണം പ്രത്യേക സിറ്റിംഗ് അടക്കം നടത്തിക്കൊണ്ട് വിശദമായിട്ട് വാദം കേട്ട ഒരു വിഷയം കൂടിയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തകൾ 10:11 മണിയോടുകൂടി പ്രതീക്ഷിക്കാം. വിധിയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഏറെ നിർണായകമാണ്. തീർച്ചയായും കോടതി വാർത്തകൾക്ക് എന്തായാലും ആശ്രയിക്കുക രേഷ്മയിലേക്ക് തന്നെയാണ്. രേഷ്മ ഉള്ള ദിവസം തീർച്ചയായും എന്തെങ്കിലും ഒരു കോടതി വാർത്ത അന്നത്തെ ദിവസം പ്രത്യേകതയായി ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദിക്കാതെ തന്നെ രേഷ്മ ഇങ്ങോട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്ന ഹൈക്കോടതി വാർത്തയും നമ്മളോട് പറഞ്ഞു, എന്തായാലും പങ്കുവച്ചു. ഇന്ന് അപ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം തിരക്കുള്ള വാർത്താ ദിനം തന്നെയായിരിക്കും. വിവിധ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.